എല്ലാവർക്കും നമസ്കാരം. VHS സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോണിയുടെ ZV-E10 എന്ന വ്ളോഗിംഗ് സ്റ്റൈൽ ക്യാമറയുടെ റിവ്യൂ ആണ്. സോണി അവരുടെ ZV-E10 എന്നുള്ള ക്യാമറ ഇറക്കിയത് വ്ളോഗേഴ്സിനെയും കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെയും ഉദ്ദേശിച്ചാണ്. എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഇതൊരു മൗണ്ടാണ്. അതായത് നമുക്ക് സോണിയുടെ മൗണ്ടിലുള്ള ഏത് ലെൻസും ഈ ക്യാമറയിൽ മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 24.2 മെഗാ പിക്സലുള്ള APS-C ടൈപ്പ് സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതൊരു നോൺ സ്റ്റാക്ട് സെൻസറാണ്. ഇതിൽ നമുക്ക് റോയും JPEG ഷൂട്ട് ചെയ്യാൻ പറ്റും. റോയിൽ നമുക്ക് 14 ബിറ്റ് റോ വരെ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ JPEG നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ISO റേഞ്ച് വരുന്നത് 100 ISO മുതൽ 32,000 ISO വരെയും, എക്സ്റ്റൻഡഡ് മോഡിൽ 50 ISO മുതൽ 51,200 ISO വരെയാണ്. അതേസമയം മൂവി മോഡിൽ ഇതിൻ്റെ ISO റേഞ്ച് ISO 100 മുതൽ 32,000 വരെയാണ്. ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ഇതൊരു ഹൈബ്രിഡ് ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റമാണ്. അതിലൊരു 425 ഫേസ് ഡിറ്റക്ഷൻ പോയിൻറ്റ്സും 425 കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ പോയിൻറ്റ്സും ഉണ്ട്. അതിൻ്റെ സെൻസിറ്റിവിറ്റി റേഞ്ച് വരുന്നത് -3 EV മുതൽ +20 EV വരെയാണ്. ഈ ക്യാമറ സ്റ്റിൽ മോഡിലും മൂവി മോഡിലും ഹ്യൂമൻസിന് ലെഫ്റ്റ് റൈറ്റ് ഐ ഡിറ്റക്ഷനും ആനിമൽ മോഡിന് നോർമൽ ഐ ഡിറ്റക്ഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറയുടെ ഷട്ടറിനെ പറ്റി പറയുമ്പോൾ ഇതിലൊരു മെക്കാനിക്കൽ ഷട്ടറും ഫസ്റ്റ് ഇലക്ട്രോണിക് കർട്ടൻ ഷട്ടറും ഇലക്ട്രോണിക് ഷട്ടറും വരുന്നുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്ന ഷട്ടർ സ്പീഡ് 30 സെക്കൻഡ്സ് മുതൽ 1/4000 ഓഫ് എ സെക്കൻഡ് വരെയാണ്. അതിൽ കിട്ടാവുന്ന മാക്സിമം ഫ്രെയിം റേറ്റ് 11 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. നമുക്ക് ഈ ക്യാമറയുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കാം. ഈ ക്യാമറയിൽ ഒരു 3 മൊഡ്യൂൾ മൈക്ക് വരുന്നുണ്ട് ഇൻബിൽറ്റായിട്ട്. ഈ ക്യാമറയോടൊപ്പം തന്നെ ഇതിന് മുകളിൽ വരുന്ന ഒരു വിൻഡ് നോയ്സ് റെഡ്യൂസർ, അതായത് ഡെഡ് കാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനോട് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ബട്ടൺ മൂവി കാറ്റ് ഉണ്ട്. പവർ സൂം ലെൻസ് കണക്ട് ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ സൂമിൻ്റെ ഒരു റോക്കർ ആമും ഈ ക്യാമറയിൽ വരുന്നുണ്ട്. അതായത് ഈ ആം ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ വൈഡും ഡിലിയാക്കാവുന്നതാണ്. ഇതിൻ്റെ പോർട്സിനെ പറ്റി പറയുമ്പോൾ ഇതിലൊരു USB-C പോർട്ട് വരുന്നുണ്ട്. ഈ പോർട്ട് വഴി നമുക്ക് ഈ ക്യാമറ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വേറെ ആപ്പിൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ PC-യിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിത് സ്ട്രീമിംഗ് ക്യാമായിട്ടോ അല്ലെങ്കിൽ വെബ് ക്യാമായിട്ടോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മൈക്രോ HDMI പോർട്ട് വരുന്നുണ്ട്. അതുവഴി നമുക്ക് ഇതിൻ്റെ HDMI ഔട്ട് മറ്റാവശ്യങ്ങൾക്കായിട്ടോ ഡിസ്പ്ലേക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലൊരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ ഓഡിയോ റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു 3.5mm മൈക്ക് ജാക്കും വരുന്നുണ്ട്. എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് അതുവഴി കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹോട്ട് ഷൂ വരുന്നത് ഒരു മൾട്ടി ഫംഗ്ഷൻ ഹോട്ട് ഷൂ ആണ്. അതായത് മൾട്ടി ഫംഗ്ഷൻ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആക്സസറീസ് നമുക്ക് നേരിട്ട് ഈ ഹോട്ട് ഷൂവിൽ കണക്ട് ചെയ്യാം. അതുവഴി നമുക്ക് എക്സ്റ്റേണൽ വയേഴ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഈ ക്യാമറയിൽ വരുന്ന ഒരു സിംഗിൾ മെമ്മറി കാർഡ് സ്ലോട്ടാണ്. അത് സപ്പോർട്ട് ചെയ്യുന്ന സ്പീഡ് UHS 1 ആണ്. ഇതിൻ്റെ കാർഡിൻ്റെ ടൈപ്പ് SD കാർഡാണ്. ഈ ക്യാമറയിൽ വരുന്നത് ഒരു 3 ഇഞ്ച് ആർട്ടിക്കുലേറ്റിംഗ് ഡിസ്പ്ലേ ആണ്. അതൊരു ടച്ച് സ്ക്രീനുമാണ്. അതുവഴി നമുക്ക് ടച്ച് ഫോക്കസ്, ഷട്ടർ, ട്രാക്കിങ് മുതലായവ ഈ ടച്ച് സ്ക്രീൻ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 0.9 മില്യൺ ഡോട്ട്സ് ആണ്. അതുപോലെ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റു ചില കോമ്പീറ്റിംഗ് ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ളൊരു കാര്യമാണ് ഇതിനൊരു EVF വരുന്നില്ല എന്നുള്ളത്. ഈ ക്യാമറയിൽ വരുന്നത് NP-FW50 ബാറ്ററിയാണ്. CAPA റേറ്റിംഗ് പ്രകാരം ഈ ബാറ്ററി ഉപയോഗിച്ചിട്ട് 440 ഷോട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും സ്റ്റിൽസിൽ. അതേസമയം മൂവീസിൽ 120 മിനിറ്റ്സ് ആണ് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ സൈഡിൽ അതിൽ കുറച്ചുകൂടെ കുറവേ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഈ ക്യാമറയിൽ ഒരു ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. അത് സ്റ്റിൽ മോഡിലാണെങ്കിൽ ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം മൂവി മോഡിലാണെങ്കിൽ ലെൻസിലുള്ള ഇമേജ് സ്റ്റെബിലൈസേഷനെയും അതോടൊപ്പം തന്നെ ഇതിനുള്ളിൽ ഒരു ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതിനോട് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ചാണ് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അതേസമയം ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സോണി ക്യാമറകളിൽ ഇതിൻ്റെ ജൈറോസ്കോപ്പിക് ഡേറ്റയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഈ പർട്ടിക്കുലർ മോഡലിലും അത് ചെയ്യുന്നുണ്ട്. ഈ ജൈറോസ്കോപ്പിക് ഡേറ്റ സോണിയുടെ കാറ്റലിസ്റ്റ് ബ്രൗസ് എന്നുള്ള ആപ്ലിക്കേഷൻ വഴി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഫുട്ടേജിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജൈറോസ്കോപ്പിക് ഡേറ്റ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ മോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ ജൈറോസ്കോപ്പിക് ഡേറ്റ ഉപയോഗിച്ച് കാറ്റലിസ്റ്റ് ബ്രൗസ് വഴി ചെയ്യുന്ന അവസരത്തിൽ ഒരു 10%ഓളം ക്രോപ്പ് വരാൻ സാധ്യതയുണ്ട് ഫുട്ടേജിൽ. ഈ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം 4K 30 FPS ആണ്. അത് തന്നെ 420 8-bit ഫുട്ടേജാണ്. അതേസമയം ഫുൾ HD-യിലാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം ഫ്രെയിം റേറ്റ് 120 FPS ആണ്. അതും 4.2.0 8-bit-ഉമാണ്. ഈ ക്യാമറയിൽ S-Log2ഉം S-Log3ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ HLG3യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇതൊരു 8-bit ക്യാമറ ആയതുകൊണ്ട് തന്നെ S-Log ഷൂട്ട് ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രീം കളർ ഗ്രേഡ് ചെയ്യുന്ന അവസരത്തിൽ ആ ഫുട്ടേജ് ഡിസ്റ്റോർട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ റെക്കോർഡിങ്ങിനൊരു ലിമിറ്റ് വരുന്നില്ല. ഇതിൽ ബാറ്ററിയും മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നേരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഈ ക്യാമറയിൽ വരുന്ന കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രൊഡക്റ്റ് ഷോക്കേസ് മോഡ്. അതായത് നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിനൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ മോഡ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കാണിക്കുമ്പോൾ അത് നിങ്ങളുടെ ഫേസിൽ നിന്ന് ഫോക്കസ് മാറി ആ പ്രൊഡക്റ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവുകയും നിങ്ങൾ ആ പ്രൊഡക്റ്റ് മാറ്റുന്ന അവസരത്തിൽ അത് തിരിച്ച് നിങ്ങളുടെ ഫേസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവുകയും ചെയ്യും. ഇത് നമുക്ക് ക്യാമറയിൽ നമുക്ക് അഡീഷണലായിട്ട് നോർമൽ ക്യാമറയിൽ നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ ഓഫ് ചെയ്തൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സിംഗിൾ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതൊരു വളരെ യൂസബിൾ ഫീച്ചറാണ്. ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ USB-C വഴിയുള്ള ചാർജിങ്ങിന്. മറ്റ് ചില ക്യാമറ മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു പവർ ഡെലിവറി ചാർജറിൻ്റെ ആവശ്യമില്ല. നോർമൽ USB-C പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചാർജർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ആക്കി ഇടാവുന്നതാണ്. അതേസമയം നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഒരു HD ക്യാമായിട്ടോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ക്യാമായിട്ടോ ഉപയോഗിക്കുമ്പോൾ ഇത് 100% ആയിട്ട് ചാർജ് ആവില്ല. പക്ഷേ നിങ്ങളുടെ നോർമൽ ബാറ്ററി യൂസേജ് അതൊരു പാർഷ്യലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ലോങ്ങർ ഷൂട്ടിംഗ് ടൈം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതെല്ലാം പ്രാക്ടിക്കൽ സൈഡിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ചെറിയ ക്യാമറകളിൽ വരുന്ന ചെറിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നോർമലി അതിൻ്റെ റണ്ണിങ് അവേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ സിമ്പിളായിട്ടുള്ള കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ നല്ലൊരു ഓപ്ഷനാണ്. വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതൊരു ഇൻ്റർചേഞ്ചബിൾ ലെൻസ് ക്യാമറ ആയതുകൊണ്ട് തന്നെ സോണിയുടെ ഒരു വൈഡ് ലെൻസ് ലൈനപ്പ് നമുക്ക് ഇതുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. സോണിയുടെ മാത്രമല്ല സോണിയുടെ ഈ മൗണ്ടിൽ ഇറക്കുന്ന തേർഡ് പാർട്ടി ലെൻസുകളും ഇത് സീംലെസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ലെൻസ് ചോയ്സസ് ഉണ്ട്. ഇതൊരു APS-C ക്യാമറ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഗുണനിലവാരമുള്ള വളരെയധികം APS-C ലെൻസുകൾ ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ലെൻസ് ചോയ്സ് വളരെ വൈഡ് ലെൻസ് ചോയ്സ് നമുക്ക് ഈ ക്യാമറയ്ക്ക് കിട്ടുന്നതാണ്. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങി നമ്മൾ റെക്കോർഡ് ചെയ്ത് പകുതിയായി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ റെക്കോർഡിംഗ് ഫംഗ്ഷൻ ആക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഈ ക്യാമറയിൽ നമുക്കൊരു ടാലി ലൈറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ നമുക്കിവിടെ കാണുന്ന പോലെ ഒരു റെഡ് ലൈറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്ക്രീനിലും ഒരു റെഡ് റെക്റ്റാങ്കിൾ വരുന്നതാണ്. അത് പ്രകാരം നമുക്ക് ഉറപ്പിക്കാൻ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ ഈ ക്യാമറ വെർട്ടിക്കൽ ഷൂട്ട് ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ വെർട്ടിക്കൽ ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ ക്യാമറ ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ട് അതേ ഓറിയൻറ്റേഷനിൽ തന്നെയാവും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ആവുക. അത് കുറച്ച് സമയം നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് അങ്ങനെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമറ നമുക്ക് വയർലെസ് ആയിട്ടും വയർഡായിട്ടും നമുക്ക് ഇമേജ് എഡ്ജ് സോഫ്റ്റ്വെയറിലോട്ട് നമ്മുടെ PC-യിലുള്ള അല്ലെങ്കിൽ മൊബൈലിലുള്ള സോഫ്റ്റ്വെയറായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന് നമുക്ക് റിമോട്ട് ഷൂട്ടിങ്ങിനായിട്ട് നിങ്ങളുടെ PC-യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇതിൽ വരുന്ന അതേ ഫീഡ് തന്നെ നിങ്ങൾക്ക് അതിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാമറ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്കകത്തിൽ അതിൻ്റെ ജൈറോസ്കോപ്പിക് ഡേറ്റ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ മോഡും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് കാറ്റലിസ്റ്റ് ബ്രൗസർ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഫുട്ടേജ് പോസ്റ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാവുന്നതാണ്. ഒരു 10% അതിൽ ക്രോപ്പ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ക്യാമറ ബോഡി തന്നെയായിട്ടും അതുപോലെ തന്നെ ഒരു വ്ളോഗിംഗ് ബാക്കായിട്ടും അവൈലബിൾ ആണ്. ആ ഒരു കിറ്റിൽ വരുന്നത് ഇതുപോലത്തെ ഒരു വയർലെസ് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു ചെറിയ ട്രൈപോഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രൈപോഡിൽ തന്നെ നമുക്ക് അതിനുള്ള കൺട്രോൾ ബട്ടൺസ് വരുന്നുണ്ട്. സൂം റോക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ C1 ബട്ടൻ്റെ ഒരു ബട്ടണും വരുന്നുണ്ട്. ഇതെല്ലാം വയർലെസ് ആണ്. ഇത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. നമ്മളിത് റിമൂവ് ചെയ്താലും ഇതിൻ്റെ എല്ലാ ഫങ്ഷൻസും ആ വയർലെസ് വഴി തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഈ കിറ്റിൽ വരുന്ന മൈക്ക് മൾട്ടി ഫങ്ഷൻ ഷൂ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു 3.5 mm ജാക്കും ഉണ്ട്. അതുകൊണ്ട് ഈ മൈക്ക് നമുക്ക് വേറെ ക്യാമറയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ ഈ വേറെ കേബിളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് നേരിട്ടും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അധികം എക്സ്പീരിയൻസ് അല്ലാത്ത കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വരാവുന്നൊരു പ്രശ്നമാണ് മൈക്കിൻ്റെ ഓഡിയോ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഈ ഹോട്ട് ഷൂവിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന അവസരത്തിൽ ഇതിൻ്റെ ഓഡിയോ കൺട്രോൾ ഓട്ടോമാറ്റിക് ആവുകയും ഈ അവൈലബിൾ ആയിട്ടുള്ള സൗണ്ടിൻ്റെ ലെവൽ അനുസരിച്ച് ഓട്ടോ ഗെയിൻ സെറ്റ് ആവുകയും ചെയ്യും. അങ്ങനെയും ബിഗിനേഴ്സിന് നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ആ ഒരു ഓഡിയോ സെക്ഷനെ പറ്റി അവർക്ക് അതിനെപ്പറ്റി പിന്നെ ബോധറാവേണ്ട ആവശ്യമില്ല ഈ മൈക്ക് കണക്ട് ചെയ്യുന്ന അവസരത്തിൽ.
നമുക്കൊരു ബ്ലോഗിങ് സ്റ്റൈലിൽ നമുക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വെർട്ടിക്കലായിട്ട് ബ്ലോഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതേ ഗ്രിപ്പ് ഉപയോഗിച്ച് തന്നെ ഈ ഗ്രിപ്പ് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും എല്ലാം നമുക്ക് ഈ ലോക്കിംഗ് നോബ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കിറ്റിൽ വരുന്ന ലെൻസ് 60x50 3.5 എഫ് സ്റ്റോപ്പ് മുതൽ 5.6 എഫ് സ്റ്റോപ്പ് വരെ സപ്പോർട്ട് ചെയ്യുന്ന പവർ സൂം ലെൻസാണ്. അതായത് ഇതിൻ്റെ സൂം ഫംഗ്ഷൻ ഇതിൻ്റെ സൈഡിലൊരു പവർ സൂം റോക്കറുണ്ട്, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റോക്കർ ആം വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങളുടെ കയ്യിൽ വേറെ ഈ മൗണ്ട് ലെൻസുകളുണ്ടെങ്കിൽ നിങ്ങൾ ബോഡിയായിട്ട് മേടിക്കുന്നതാവും ഉത്തമം. ഞങ്ങൾക്ക് ഈ ക്യാമറയെ പറ്റിയുള്ള അഭിപ്രായം പറയാനാണെങ്കിൽ, ഞങ്ങൾ ഈ ക്യാമറ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇത് ആക്ച്വലി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ നമ്മളിലൂടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളിത് യൂസ് ചെയ്യാനുള്ള മെയിൻ 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് USB-C പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സിംഗിളായിട്ട് ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഇമേജ് എഡ്ജ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വേറെ ആരുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് PC-യിൽ നിന്ന് നേരിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാനും മറ്റും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമേജ് ഷോക്കേസ് എന്നുള്ള ഓപ്ഷനും ഞാൻ ആക്ച്വലി ഈ ഒരു ബട്ടണിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ റിമോട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷോക്കേസ് മോഡിലേക്ക് വരികയും അതൊന്നുകൂടെ പ്രസ് ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്ന് മാറുകയും ചെയ്യുന്നതാണ്. ഇപ്പം ഇമേജ് എഡ്ജ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല എന്നുള്ള അവസരത്തിൽ ഇതൊരു റിമൂവബിൾ ആക്കിയിട്ട് ഇതൊരു വയർലെസ് റിമോട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, ഇതിൻ്റെ 4K ഫുട്ടേജ് 6K ഫുട്ടേജ് ഇത് ഡൗൺ സാമ്പിൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ്നെസ്സും ഇമേജ് ക്വാളിറ്റിയും ഇത് നൽകുന്നുണ്ട്. ഇനിയൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.